നമുക്കിന്നൊരു പ്രതീക്ഷയുടെ ദിനമാണ്. നിർണായക ദിവസമാണ്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി കഴിഞ്ഞ ദിവസം ഇന്നലെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ആ ലോറി പുറത്തേക്ക് എത്തിക്കണം, അതിൽ അർജുൻ ഉണ്ടോ എന്നറിയണം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും നിർണായകമായ കാര്യം. നമുക്കറിയാം, നിരവധി വാർത്തകൾ ഇതിനോടകം തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ സമയം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ സമയം നിന്നതും അർജുന് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു. ഇന്നും അത് തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത്രത്തോളം നിർണായകമായൊരു ദിവസമാണ്. അവിടെ കാലാവസ്ഥ ഏത് രീതിയിലാണെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്തായാലും ഇന്ന് കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ ഏറ്റവും നിർണായകമാകുമ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദൌത്യം അവിടെ ഏകോപിപ്പിക്കുന്നത്. പരിശോധനയ്ക്കായി കൂടുതൽ ഡ്രോണുകൾ ഉൾപ്പെടെ ഷിരൂരിൽ എത്തിക്കും എന്നാണ് അറിയുന്നത്. ഇന്നലെ നടത്തിയ തെരച്ചിലാണ് ലോറി കണ്ടെത്താനായത്. മൺകൂന രൂപപ്പെട്ട സ്ഥലത്ത് നിന്നും 15 മീറ്റർ താഴെ തലകീഴായ നിലയിലാണ് ലോറി ഉള്ളത് എന്നാണ്. ലോറി കണ്ടെത്തിയ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്നത്തെ പ്രഥമ പരിഗണന അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ്. നാവികസേനയുടെ സ്കൂബ ടീം ലോറി ഇന്ന് പരിശോധിക്കും. അതിനുശേഷമാകും ലോറി കരയ്ക്കടുപ്പിക്കുന്ന നടപടിയുണ്ടാവുക. KV ബൈജു വിവരങ്ങളുമായി ഷിരൂരിൽ നിന്നും ചേരുന്നു. ബൈജു, ഗുഡ് മോർണിംഗ്. നമുക്ക് ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് കരുതിക്കൊണ്ട് തുടങ്ങാം. കാരണം ഇന്ന് ദൗത്യം 10ാം ദിനത്തിലേക്ക് എത്തിയപ്പോൾ ലോറി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്തയുണ്ട്. അതിന് പുറത്തേക്ക് എത്തിക്കണം, അർജുനെ കണ്ടെത്തണം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കൂബ ടീമാണ് അതിന് നേതൃത്വം നൽകുന്നത്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കീ റോൾ വഹിക്കുന്നത് അവരാണ്, ഡൈവേഴ്സ് ആണ്. അവരിനി അത് ആ ലോറി തന്നെയാണ്, അല്ലെങ്കിൽ കണ്ടെത്തിയത് അർജുന്റെ ലോറി തന്നെയാണ് എന്നുള്ള കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിരുന്നുവെങ്കിലും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അത് ലോറിയാണ്, ഒരു മെറ്റൽ വസ്തുവാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ലോറിയാണ്, ട്രക്കാണ് എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കണ്ടെത്തുക, അല്ലെങ്കിൽ അതിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് എന്താണ് അവസ്ഥ? നമ്മൾ എന്താണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത് ബൈജു? തീർച്ചയായും അശ്വതി, ഇന്ന് ഒരു നല്ല ദിവസം ആകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാദൗത്യ സംഘവും ഒപ്പം നമ്മളും എല്ലാം ഉള്ളത്. എന്തായാലും ഇന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള ഡ്രോൺ പരിശോധന അത് വളരെ നിർണായകമാണ്. എന്തായാലും തിരച്ചിലും ഇന്ന് വളരെ നിർണായകമാണ്. അർജുനെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിനായുള്ള ഒരുക്കങ്ങൾ 7:30 തന്നെ തിരച്ചിൽ ആരംഭിക്കും. വലിയ തോതിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ, അതായത് ഐബോർഡ് എന്ന ഡ്രോൺ സാങ്കേതിക വിദ്യ, അതാണ് ഇന്ന് ഏറ്റവും പ്രധാനം. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഇന്ന് നടത്തും. ഈ ലോറിയുടെ കൃത്യമായ ലൊക്കേഷൻ ആ ഐബോർഡ് ഉപയോഗിച്ച് കണ്ടെത്താനാണ് ഏറ്റവും ശ്രദ്ധ. ഏതായാലും 11 മണിയോടുകൂടി ഐബോർഡ് ഈ സ്ഥലത്തെത്തും. ആ സമയത്ത് കർശന നിയന്ത്രണമാണ് ഈ പ്രദേശത്തൊക്കെ. ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഈ പ്രദേശത്ത് നിരോധിച്ചിട്ടുണ്ട്. കാരണം ഈ ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ അത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ അതിൻ്റെ സിഗ്നലിനെ ബാധിക്കും. എന്തായാലും രക്ഷാദൗത്യം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നത് തന്നെയാണ് സൂചന. അത് തന്നെയാണ് കരസേനയുടെയും സൈന്യത്തിൻ്റെയും പ്രതീക്ഷയും. എന്തായാലും ഇന്ന് ആ വിവരം, ആ വാർത്ത, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചോദിക്കുന്ന അർജുൻ എവിടെ എന്ന ആ ചോദ്യത്തിന് ഇന്ന് ഉത്തരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ന് വൈകിട്ട്, അതായത് വൈകുന്നേരത്തിനുള്ളിൽ അർജുനെ കണ്ടെത്താനാകുമെന്നാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട എല്ലാ ജനപ്രതിനിധികളും ഒക്കെ പ്രതീക്ഷ പുലർത്തിയത്. അതുപോലെ തന്നെ കരസേനയും നാവികസേനയും സംയുക്തമായി അത്തരത്തിലുള്ള വിപുലമായ തെരച്ചിൽ അർജുനായി ഇന്ന് നടത്തും. എന്തായാലും ഈ ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണുള്ളത്. അത് മുങ്ങൽ വിദഗ്ധന്മാരെ ഉപയോഗിച്ച് കണ്ടെത്താനുള്ള ശ്രമമാണ് ആദ്യം നടക്കുക. ഈ പുഴയുടെയും കരയിൽ മണ്ണ് അടിഞ്ഞ ആ പ്രദേശത്ത് അതിന് അടുത്തായിട്ടാണ് ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. ലോറി അങ്ങനെയാണെങ്കിൽ ക്യാബിനകത്തു നിന്നും അർജുനെ പുറത്തെത്തിക്കാൻ ഏത് രീതിയിൽ കഴിയുമെന്നത് ആലോചിക്കും. അതല്ലെങ്കിൽ സ്ഥിരീകരണം, അത്തരത്തിൽ ട്രക്കിനകത്ത് അർജുൻ ഉണ്ട് എന്ന സ്ഥിരീകരണമായാൽ ട്രക്ക് ഉയർത്താനുള്ള നടപടികൾ ഉണ്ടാവും. അത്തരത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അത്ര വലിയ ഊർജിതമായ ഇന്നത്തെ തെരച്ചിൽ അതിനിർണായകം തന്നെയാണ്. കാലാവസ്ഥ പ്രതികൂലമാണ്. ഓറഞ്ച് അലർട്ടാണെങ്കിലും നിലവിൽ ഇപ്പോൾ മഴയില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, മഴയില്ലാത്ത തെളിഞ്ഞ കാലാവസ്ഥയുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഷിരൂരിൽ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ കാലാവസ്ഥ മാറി വരുന്നത്. പല സമയത്തും അതിശക്തമായ മഴ, ഒപ്പം
ശക്തമായി വീശിയടിക്കുന്ന കാറ്റും അത്തരത്തിലുള്ള വല്ലാത്തൊരു കാലാവസ്ഥയാണ് ശിരൂരിൽ. പക്ഷേ ഇന്ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓറഞ്ച് അലർട്ടാണ് ഉത്തര കന്നഡ ജില്ലയിൽ. എന്തായാലും ലോറി കണ്ടെത്തി എന്നതിനുള്ള കൂടുതൽ സ്ഥിരീകരണം ഇന്നലെ രാത്രിയോടുകൂടി വന്നിരുന്നു. ഈ ജില്ലാ ഭരണകൂടം, ജില്ലാ കലക്ടർ, ജില്ലാ പോലീസ് മേധാവി ഇവരെല്ലാം സ്ഥിരീകരണം ഇന്നലെ രാത്രിയോടുകൂടി നൽകി. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ആ വിവരം ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ന്യൂസ് 18 ആദ്യം പുറത്തുവിട്ടത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വിവരം 1 മണിക്കൂർ കൊണ്ട് തന്നെ കർണാടക റവന്യൂ മന്ത്രി ഇത് സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും വലിയ ആശ്വാസമാണ്. 9ാം നാളാണ് ലോറി കണ്ടെത്തുന്നത്. 10ാം നാളായിരിക്കുന്നു ഇന്ന് അർജുനെ കണ്ടെത്താനാകുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് ഇവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത്. ഏതായാലും ഏത് സമയത്തും ആ വിവരം പ്രേക്ഷകരിലേക്ക് എത്തും. അതിനായാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് ഇതിനകം തന്നെ കണ്ടെത്താനാകുമെന്നാണ് ഈ രക്ഷാ ദൗത്യ സംഘങ്ങൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം തന്നെ ശിരൂരിൽ ഇന്നെത്തുന്നു. വളരെ വൈകിയാണെങ്കിലും ഈ സംവിധാനം എല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കണ്ടത്. അത് ഇന്നും തുടരും എന്ന് തന്നെയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരവും. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തുണ്ട്. ഞാനൊന്ന് ഇടപെടുകയാണ്.